വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. ഇത് പാലക്കാടൻ അവിയലാണ്. നമ്മളിതിൽ മഞ്ഞളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, വെള്ളരിക്ക, അച്ചിങ്ങാപ്പയർ, മത്തങ്ങ, ചേന, പച്ചമുളക്, മുരിങ്ങയ്ക്ക. ഇതിൽ പച്ചമുളക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞ് വരാം. ഇനി നമ്മൾ ഒരു കടായി ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരേപോലെ തന്നെ അരിഞ്ഞെടുത്തതാണ്. ഇത് നമ്മൾ സാധാരണ അവിയലിന് അരിയുന്ന പോലെ. പച്ചമുളക് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ അവിയലിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കുറച്ച് പുളിയുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പോളം നല്ല കട്ടി തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ വെള്ളത്തിൽ വേവിക്കുന്ന പോലെയല്ല ഇത്. ഇനി ഇതിലേക്ക് ഒരു 3/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മാത്രമല്ല ഇത് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് നല്ല പുളിയുള്ള തൈരിലാണെന്നുള്ളതാണ്. സാധാരണ തൈരിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനി ഈ തൈരും വെള്ളവും ഉപ്പും കൂടെയുള്ള ഈ ഒരു കൂട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ വേണ്ടുള്ളൂ. ഇത് ശരിക്കും തൈരിൽ മാത്രമാണ് വേവിച്ചെടുക്കുക. നല്ല പുളിയാണ് ഇതിൻ്റെ കഷ്ണങ്ങൾക്കൊക്കെ ഉണ്ടാവുക. ആദ്യം ഒന്ന് വേവിച്ചെടുത്ത് വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം തൈരൊഴിച്ച് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കുക. നല്ലോണം ഒന്ന് ആയി വരട്ടെ. പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളൊക്കെ വേവും. ഇത് ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് പിരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതിനെ വേവിക്കാൻ. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകുമൊന്നുമില്ല. നമ്മളിതിൽ പുളി നല്ലോണം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. എപ്പോഴും അവിയലിൽ ചേർക്കുന്ന തൈരിന് അത്യാവശ്യം നല്ല പുളി വേണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഞാനിത് ഇനി ഇതൊന്ന് ആയി വരുമ്പോഴേക്കും തേങ്ങ ചിരവിയതാണ് കേട്ടോ. ഇത് ഞാനിവിടെ 1 തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം വേണം തേങ്ങ മാത്രമാണ് ഞാൻ ഒതുക്കിയെടുക്കുന്നത്. ഞാനിത് 2-3 രീതിയിൽ ഉണ്ടാക്കി നോക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയിലാണ്. തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അവിയൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് വേണ്ടത്. നന്നായിട്ട് ഇത് ഇങ്ങനെ ഈ കഷ്ണങ്ങളെടുത്ത് കടിക്കുമ്പോൾ ഇതിലിങ്ങനെ പുളി നല്ലോണം പിടിച്ചിട്ടൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അതാ ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ല. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സദ്യ സ്പെഷ്യൽ അവിയൽ പോലെയല്ല. ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുള്ള ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ കൂടെ പച്ചമുളകും കൂടെയാണ് കൂട്ടി അരയ്ക്കാറ്. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് ഈ കഷ്ണത്തിനൊപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും കൂടെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൽ ഈ കഷ്ണത്തിലെല്ലാം ഇങ്ങനെ നല്ല പരണ്ടിരിക്കണം ഈ തേങ്ങ. അപ്പോൾ തേങ്ങ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ചേർക്കേണ്ടവർക്ക് ജീരകം ചേർക്കാം. പച്ചമുളക് ഇതിലിട്ട് ചതക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും അല്ലാതെ വളരെ എളുപ്പത്തിൽ വെറും 3 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട കാര്യമില്ല. സാധാരണ നമ്മൾ എപ്പോൾ അവിയലുണ്ടാക്കുമ്പോഴും ഒന്നിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന കൂട്ടിലല്ലേ. അപ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. നല്ല രുചിയാണ് കേട്ടോ. ഇതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത്രയും ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ അവിയൽ ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ